വിജ്ഞാനത്തിൻ്റെ നിലക്കാത്ത പ്രവാഹമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേത്രനിരയിൽ ശോഭിച്ചു നിന്ന മഹാനായ പണ്ഡിത ശ്രേഷ്ഠൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അറിവിൻ്റെയും ലാളിത്യത്തിൻ്റെയും സംഘാടനത്തിൻ്റെയും ഉജ്ജ്വല മാതൃകയായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഇസ്ലാമിക സമൂഹത്തിന് എന്നും വഴികാട്ടിയാണ്. 1945 ജനുവരി 1 കുന്നത്ത് മൂസഹാജിയുടെയും ഇയ്യാത്തുട്ടി ഹജ്ജുമ്മയുടെയും മകനായി തിരൂർക്കാട്ടിലെ കുന്നത്ത് തറവാട്ടിലാണ് ഉസ്താദ് ജനിച്ചത്. തൻ്റെ ജീവിതം മുഴുവൻ ഇസ്ലാമിക ദീനിൻ്റെ പ്രചാരണത്തിനും അറിവ് പകരുന്നതിനുമായി അദ്ദേഹം മാറ്റിവെച്ചു. ഇന്ന് നമ്മെ വിട്ടുപിരിയുമ്പോൾ സമസ്തക്കും ജനകോടികൾക്കും നികത്താനാവാത്ത ഒരു വലിയ ശൂന്യതയാണ്. പോത്തുപള്ളിയിലെ പ്രാഥമിക പഠനത്തിനു ശേഷം വല്ലപ്പുഴ അലിഹാജിയിൽ നിന്നാണ് അദ്ദേഹം ദർസ് പഠനം ആരംഭിക്കുന്നത്. തുടർന്ന് ഇരുമ്പുഴി തെക്കൻ മുറി, പുത്തനങ്ങാടി, അരിപ്ര, പടിഞ്ഞാറ്റുമുറി എന്നിവിടങ്ങളിലെ പ്രശസ്തമായ ദർസുകളിലൂടെ അദ്ദേഹം തൻ്റെ അറിവ് വിശാലമാക്കി. 1968 ജാമിയ നൂരിയയിൽ നിന്ന് മൗലവി ഫാസിൽ ഫൈസി ബിരുദം നേടി. ഭൗതിക വിദ്യാഭ്യാസത്തിൽ SSLC അദ്ദേഹം കരസ്ഥമാക്കുകയും ചെയ്തു. വലിയൊരു ഗുരുപരമ്പരയുടെ ശിക്ഷണത്തിലാണ് ഉസ്താദ് വളർന്നത്. ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല ഉസ്താദ്, തായക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, KC ജമാലുദ്ദീൻ മുസ്ലിയാർ, വെല്ലൂർ അബൂബക്കർ ഹസ്രത്ത്, പെരിന്തൽമണ്ണ സെയ്തലവി മുസ്ലിയാർ തുടങ്ങിയ ആധ്യാത്മിക രംഗത്തെ മഹാരഥന്മാരായ ഗുരുനാഥന്മാരുടെ ശിക്ഷണമാണ് അദ്ദേഹത്തിന് കരുത്തായത്. അറിവ് പകർന്നു നൽകുന്നതിനാണ് ആലിക്കുട്ടി ഉസ്താദ് തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചിലവഴിച്ചത്. 1968 മുതൽ 1976 വരെ മിനാർക്കുഴിയിലും 1976 മുതൽ 1979 വരെ ചെമ്മങ്ങാടിലും സേവനമനുഷ്ഠിച്ചു. 1979 മുതൽ ദീർഘകാലം ജാമിയ നൂരിൽ മുദരിസായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 2003 മുതൽ പ്രിൻസിപ്പാളായും ജനറൽ മാനേജറായും അതിൻ്റെ പദവി അലങ്കരിച്ചു. കൂടാതെ SMF സംസ്ഥാന പ്രസിഡന്റിൻ്റെ പദവിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. 1979 മുതൽ ജാമിയ നൂരിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് ഫൈസിമാരായ പ്രമുഖ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയും ശിക്ഷണത്തിൻ്റെയും വിളനിലങ്ങളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ച അദ്ദേഹം സമസ്തയുടെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു. 1986 അദ്ദേഹം സമസ്ത മുഷാവറ അംഗമാകുന്നത്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ നിര്യാണത്തെ തുടർന്ന് 2016 ഫെബ്രുവരി 27 അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിനകത്തും പുറത്തും വലിയ സ്വാധീനമുള്ള ഖാളിയായിരുന്നു ഉസ്താദ്. കാസർഗോഡ് സംയുക്ത ഖാളിയും തൃക്കരിപ്പൂർ, മലപ്പുറം, വയനാട്, തൃശൂർ എന്നീ പ്രദേശങ്ങളിലെ ഖാളി പദവികളും അദ്ദേഹം അലങ്കരിച്ചു. കൂടാതെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗം, മെമ്പർ ഓഫ് ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ്, മെമ്പർ റാബിത്ത ഫിഖ് കൗൺസിൽ എന്നീ ദേശീയ അന്തർദേശീയ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം സജീവമായിരുന്നു. ഇന്ത്യയിലെ ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത, രാജസ്ഥാൻ, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഇറാഖ്, ലബനാൻ, ഈജിപ്ത്, മൊറോക്കോ, യമൻ, തുർക്കി, ലിബിയ, മലേഷ്യ തുടങ്ങിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക സന്ദേശവുമായി അദ്ദേഹം സഞ്ചരിച്ചു. അറബി, മലയാളം, ഇംഗ്ലീഷ്, ഉറുദു എന്നീ ഭാഷകളിൽ പ്രാവീണ്യനായിരുന്നു. ഉസ്താദിൻ്റെ പ്രധാന അഭിരുചികളിൽ പ്രസംഗം, തദ്രീസ് എന്നിവയായിരുന്നു. ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ലോകത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അമൂല്യമാണ്. അൽ അഖ്ലാഖും ലാളിയയും, ഇസ്ലാമിക മുന്നേറ്റം ആഗോളതലത്തിൽ, ഫലസ്തീനിൽ ജൂതർക്ക് അവകാശമില്ല, അറബി, ഇംഗ്ലീഷ്, മലയാളം നിഘണ്ടു ഇങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ പ്രൗഢമായ ഗ്രന്ഥങ്ങൾ രചിച്ച് അറിവിൻ്റെ ലോകത്ത് വലിയ മുദ്ര പതിപ്പിക്കാൻ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. മഹാനായ ആലിക്കുട്ടി ഉസ്താദിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളുടെയും സമസ്ത പ്രസ്ഥാനത്തിൻ്റെയും അസംഖ്യം ശിഷ്യഗണങ്ങളുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം.